തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഈ കടന്നു പോകുന്നു ഇടതുവശത്ത് ഇപ്പോൾ വെള്ളയമ്പലത്തിന്റെ ഒറിജിനൽ കെട്ടിടം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗസ്റ്റ് ഹൗസ് ആയിട്ട് വന്നു. ഇവിടെ സത്യസായിബാബയൊക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവിടെ കെൽട്രോൺ ഹൗസ് എന്ന് ഇപ്പൊ അറിയപ്പെടുന്നു. അത് കൊട്ടാരത്തിന്റെ രണ്ടാമത്തെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഗവൺമെന്റ്സിന്റെ കാലത്ത് കല്ലടിക്കോട്ട സാഹിബുമായിട്ട് ചേർന്ന് യൂറോപ്പിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇവിടെ കൊണ്ടുവന്ന് അതിപ്പോഴും അത് പ്രാവർത്തികമാണ്. ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻ ഇന്ത്യ ആയിട്ട് വന്ന ഒരു നക്ഷത്രമംഗളമാണ്. ഇതിപ്പോഴും കുട്ടികളുടെ പാർക്കൊക്കെ പിന്നെ മറ്റേതാണ് വളരെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത് ലോക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. കനകക്കുന്ന് കൊട്ടാരത്തിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു. ഇവിടെ എന്നും വൈകിട്ട് മഹാരാജ തിരുമനസുകൊണ്ടും അനിയൻ മാർത്താണ്ഡവർമ്മ ഇളയരാജാവുമായിട്ട് ഇവിടെ വരും. വന്നിവിടെ കോർട്ടുകളുണ്ട്. അവിടെ ടെന്നീസോ ഷട്ടിലും ബാഡ്മിൻ്റനോ ഒക്കെ കളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ കാറിൽ കയറി പെരുവീഥികളിൽ കൂടെ പോകും. എവിടെ കൂടെ പോകുന്നു പറയൂല, എവിടെയെങ്കിലും കൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു കുണ്ടോ കുഴിയോ റോഡിലുണ്ടെങ്കിൽ തിരിച്ചു വന്ന ഉടനെ എഞ്ചിനീയർക്ക് നോട്ട് അയക്കും. എന്താണ് ഇവിടെ കുഴിയും കുണ്ടും ഇരിക്കുന്നത്, അതിന് കറക്ഷൻ വേണം. അതിൻ്റെ ഒക്കെ തുടക്കം ഈ കനകക്കുന്നാണ്. പോകുന്ന വഴിക്ക് ഭഗവത്ഗീതയിലോ ഭാഗവതത്തിൻ്റെ എന്തെങ്കിലും ഒരു ശ്ലോകം ജ്യേഷ്ഠൻ തിരുമനസ് അനിയൻ തിരുമനസിന് പറഞ്ഞു കൊടുക്കും.